നമസ്കാരം. ഗതാഗത മന്ത്രിമാർ മാറുന്നതിനനുസരിച്ചും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ താൽപര്യങ്ങൾക്കനുസരിച്ചും വരുത്തുന്ന പരിഷ്കാരങ്ങളിൽ പ്രതിഷേധവുമായി KSRTC ജീവനക്കാർ രംഗത്ത്. ആന്റണി രാജു മന്ത്രിയായിരുന്നപ്പോൾ വരുത്തിയ പരിഷ്കരണങ്ങളാണ് KB ഗണേഷ് കുമാർ ഇപ്പോൾ വീണ്ടും മാറ്റുന്നത്. KSRTCയുടെ ജില്ലാ ഓഫീസുകൾ നിർത്തലാക്കിയതാണ് ഏറ്റവും അവസാനത്തെ പരിഷ്കാരം. നഷ്ടത്തിലോടുന്ന KSRTCയെ രക്ഷപ്പെടുത്താൻ സ്ഥായിയായ മാർഗങ്ങൾ വേണമെന്ന് ഇടത് തൊഴിലാളി യൂണിയനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭരണമാറ്റം ഉണ്ടാകുമ്പോഴായിരുന്നു നേരത്തെ പരിഷ്കരണങ്ങൾ മാറ്റിയത്. സർവീസുകൾ ആദായകരമായി പുനഃക്രമീകരിക്കാൻ ഡിപ്പോ മാനേജ്മെന്റ്, ജീവനക്കാരുടെ വിന്യാസം എന്നിവയ്ക്കൊന്നും സ്ഥായിയായ സംവിധാനം കോർപ്പറേഷനിലില്ല. ഉദ്യോഗസ്ഥരുടെ താൽപര്യങ്ങൾക്കനുസരിച്ചാണ് ഇപ്പോൾ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ജില്ലാ ഓഫീസുകൾ നിർത്തലാക്കാൻ, ബസ് സർവീസിലുള്ള ഏകീകൃത സംവിധാനം ഒഴിവാക്കൽ, ലാഭകരമായിട്ടുള്ള ട്രിപ്പുകൾ വെട്ടിക്കുറയ്ക്കൽ തുടങ്ങിയിട്ടുള്ള അടുത്ത കാലത്തായി നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുവെന്ന് KSRTC ഉദ്യോഗസ്ഥർ പറയുന്നു. 2022 ജൂലൈ 18 സർവീസുകളിലും വരുമാനത്തിലും വ്യക്തതയുണ്ടാക്കാനായി ജില്ലാ ഓഫീസുകൾ രൂപവൽക്കരിച്ചത്. അധിക ചെലവ് വരുത്തുന്ന ഇതിനെ തൊഴിലാളി സംഘടനകൾ എതിർക്കുകയും ചെയ്തിരുന്നു. ടിക്കറ്റ്, ക്യാഷ്, അറ്റൻഡൻസ് രേഖപ്പെടുത്തൽ തുടങ്ങിയിട്ടുള്ള ജോലികൾ ഡിപ്പോകളിൽ തന്നെ ചെയ്യേണ്ടി വരുമെന്നാണ് ഇതിന് പിന്നാലെ അറിയിച്ചത്. ചെലവ് കുറയ്ക്കാൻ നടപ്പാക്കിയ പരിഷ്കാരങ്ങൾക്കായി ഏറെ പണം ചെലവാക്കേണ്ടി വരുന്ന സാഹചര്യമാണ് എന്നതിനാൽ ഇപ്പോൾ ഈ ഒരു വിഷയത്തിലെല്ലാം എതിർപ്പ് ശക്തമാകുകയാണ്. അതേസമയം ചെയ്ത ജോലിക്ക് കൂലി പോലും ഇല്ല എന്നും കാണിച്ചും KSRTC ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥിരമായി പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം KSRTC ശമ്പളം മുടങ്ങിയതിന് പിന്നാലെ ജീവനക്കാരൻ തലകുത്തി പ്രതിഷേധിച്ചത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. മൂന്നാർ ഡിപ്പോയിലെ ഡ്രൈവറായിട്ടുള്ള KS ജയകുമാർ ആയിരുന്നു വ്യത്യസ്തമായ പ്രതിഷേധം സംഘടിപ്പിച്ച് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. ആയോധന കലയിൽ പ്രാവീണ്യമുള്ള ആൾ കൂടിയായിരുന്നു ജയകുമാർ എന്നതിനാലാണ് ഇത്തരമൊരു പ്രതിഷേധം. അരമണിക്കൂറോളം തലകുത്തി നിന്ന് ജയകുമാർ പ്രതിഷേധം തുടർന്നു. 13-ാം തീയതിയായിട്ടും KSRTC ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാതായതോടെയാണ് ഇങ്ങനെയൊരു പ്രതിഷേധം നടത്താൻ അദ്ദേഹം തീരുമാനിച്ചത്. സഹപ്രവർത്തകരും ജയകുമാറിനെ പിന്തുണ അറിയിച്ച് ഒപ്പമുണ്ടായിരുന്നു. മൂന്നാർ ഉദുമൽപേട്ട ബസ്സിലെ ഡ്രൈവറായിരുന്നു ജയകുമാർ. BMS എംപ്ലോയ്മെന്റ് സംഘ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കൂടെയാണ് അദ്ദേഹം. ഇനിയും ശമ്പളം കിട്ടിയില്ല എങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്നായിരുന്നു അദ്ദേഹം ആ പ്രതിഷേധം സംഘടിപ്പിച്ചതിന് പിന്നാലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നുവെച്ചാൽ മാറി മാറി വരുന്ന മന്ത്രിമാരുടെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് വരുത്തുന്ന പരിഷ്കരണങ്ങളും ചെയ്ത ജോലിക്ക് കൂലിയില്ലാതെയുള്ള ഈ ജോലിയുമെല്ലാം KSRTC ഉദ്യോഗസ്ഥർക്ക് വലിയ വെല്ലുവിളിയാകുന്നു എന്ന് ചുരുക്കം.